ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അയൺ ബോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അയൺ ബോക്സിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതേപോലെ തന്നെ അയൺ ബോക്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അയൺ ബോക്സിലുള്ള കറകൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനുള്ളൊരു ടിപ്പാണ് ആദ്യമായിട്ട് പറയുന്നത്. നല്ല എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിനായിട്ട് ഞാനിവിടെ പാരസെറ്റമോളാണ് യൂസ് ചെയ്യുന്നത്. പെനഡോളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പാരസെറ്റമോൾ വെച്ചിട്ട് നമുക്കിത് നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അയൺ ബോക്സ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ ഇതിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ നീങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ കറ പിടിച്ച അയൺ ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പോലെ വർക്ക് ചെയ്യുന്നതാണിത്. അയൺ ബോക്സിലുള്ള കറകൾ കളയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണിത്. അതേപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടാബ്ലറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരേ ഒരു ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പോലെ തന്നെ കറകൾ പോയി കിട്ടും. അടുത്തതായിട്ട് പറയുന്നത് അയൺ ബോക്സിൽ ഇതേപോലെയുള്ള കറകളൊക്കെ പിടിച്ചിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് ഡ്രസ്സുകൾ അയൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ ഈ കറകളാവാനും അതേപോലെ തന്നെ ഡ്രസ്സുകൾ പെട്ടെന്ന് ഉരുകി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അയൺ ബോക്സ് നമ്മൾ വാഴയില വെച്ചിട്ട് അതിന് മുകളിൽ നല്ലോണം ചൂടാക്കിയിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൺ ബോക്സ് പിന്നെ ഡ്രസ്സുകളിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അടുത്തതായിട്ട് പറയുന്നതും നമ്മുടെ അയൺ ബോക്സിൽ പിടിച്ചിട്ടുള്ള കറകൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഉപ്പാണ്. ഇതേപോലെ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് അയൺ ബോക്സ് ചൂടായിട്ട് നല്ലപോലെ ഇതേപോലെ ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ അഴുക്കൊക്കെ ഇങ്ങനെ മാറി മാറി പോകുന്നത് കാണാനായിട്ട് പറ്റും. ഇതിൽ പിടിച്ചിട്ടുള്ള കറകളൊക്കെ നമ്മളിങ്ങനെ ഉപ്പിലിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ മാറി മാറി കിട്ടും. അങ്ങനെ നല്ല പോലെ ക്ലീനായി കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് അയൺ ബോക്സിൻ്റെ ഈ വയറ് നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു മെത്തേഡാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ കൈയിൻ്റെ ഈ താഴ്ഭാഗമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള ഈ ബട്ടൺസ് ഒന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ അങ്ങ് എടുത്താൽ മതി. എന്നിട്ട് അയൺ ബോക്സിൻ്റെ വയറ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഷർട്ടിൻ്റെ ഭാഗം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ അയൺ ബോക്സ് കൊണ്ട് നമുക്ക് അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റുകൾ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു പാക്കറ്റാണ് ക്ലോസ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പറോ A4 ഷീറ്റോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മതി. എൻ്റെ കയ്യിൽ ന്യൂസ് പേപ്പറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ബട്ടർ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഈ കവറിൻ്റെ ക്ലോസ് ചെയ്യേണ്ട ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ഒന്നിങ്ങനെ ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പേപ്പർ എടുത്ത് മാറ്റാം. ഇപ്പോൾ ഈ ഭാഗം നല്ലോണം തന്നെ ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തത് നല്ല വൃത്തിയായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കവറുകൾ ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു രീതിയും കൂടി പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്